DGP ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. വഴിയിലുള്ള നവകേരള സദസ്സിന്റെ ബോർഡുകൾ ഉൾപ്പെടെ വലിച്ച് കീറിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ഐശ്വര്യ ചേരുമ്പോൾ ഇത് കാണാൻ കഴിയുന്നു. നവകേരള സദസ്സിന്റെ ബോർഡുകൾ വഴിയരികിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ ഒന്നൊന്നായി അടർത്തിയെടുത്ത് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. സ്വാഭാവികമായും ഞാൻ ഐശ്വര്യയിലേക്ക് പോകുന്നു. ഐശ്വര്യ അനിൽ ചേരുന്ന വിവരങ്ങളുമായി. ഐശ്വര്യ, ഒരുപാട് പ്രവർത്തകരുണ്ടോ DGP ഓഫീസ് മാർച്ചിന്? ഐശ്വര്യ അനിലുണ്ട് അവിടെ നിന്ന്. ഐശ്വര്യ, പ്രവർത്തകർ ഈ ബോർഡുകളൊക്കെ വലിച്ചു കീറുന്നത് കാണാം. അല്പം വലിയ പ്രകോപനത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒരുപാട് പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടോ മാർച്ചിൽ? തീർച്ചയായും എൽദോ, ഒരുപാടധികം പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തലസ്ഥാനം കണ്ട യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ ബാക്കിയായാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് KSUവിന്റെ മാർച്ച് നടക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ നാളുകളിൽ കല്യാശ്ശേരി മുതൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഉയർന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധങ്ങൾ, അതിനെ നേരിട്ട DYFI പ്രവർത്തകരും ഒപ്പം പോലീസിന്റെയും ഒരു നടപടി, അതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം. KSU DGP ഓഫീസിലേക്ക്, അതായത് പോലീസ് ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അറിയിച്ചത്. അത് ഏറ്റെടുത്തുകൊണ്ടിപ്പോൾ KSU മാർച്ച് സംഘടിപ്പിക്കുകയാണ്. സമാനമായ കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നവകേരള സദസ്സിന്റെ ബോർഡുകൾ നശിപ്പിക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പോലീസ് കൃത്യമായി, അല്ലെങ്കിൽ പോലീസിന്റെ ഐശ്വര്യയിലേക്ക് തിരികെ എത്താം. ഐശ്വര്യയുടെ ശബ്ദത്തിൽ അല്പം പ്രശ്നം, അത് പരിഹരിക്കാം ഉടൻ തന്നെ. എന്താണെങ്കിലും KSUവിന്റെ മാർച്ച്, DGP ഓഫീസ് മാർച്ച് അത് തുടരുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിരത്തിലൂടെ നീങ്ങുകയാണ്. DGP ഓഫീസ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ KSU ഐശ്വര്യ പറഞ്ഞത് കൃത്യമാണ്. ഒരുപാട് പ്രവർത്തകർ ഈ മാർച്ചിൽ അണിനിരക്കുന്നു. ഒരുപാട് പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമാണ്. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ ആ മാർച്ചിന്റെ ഭാഗമായി ചേരുന്നുണ്ട്. എന്താണെങ്കിലും കുറേയൊക്കെ നേതാക്കൾ ഈ പ്രകോപനമുണ്ടാക്കുന്ന പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര സമാധാനപരമായിട്ടൊരു മാർച്ചായി കണക്കാക്കാൻ കഴിയുന്നില്ല. ആദ്യഘട്ടത്തിൽ DGP ഓഫീസിലേക്കുള്ള മാർച്ച് അത് തുടരുന്നു KSUവിന്റെ ഭാഗത്തുനിന്ന്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അത് വലിയ തോതിൽ സംഘർഷത്തിൽ, വലിയ പ്രശ്നങ്ങളിലേക്ക്, ഏറ്റുമുട്ടലിലേക്ക്, നിരത്തിൽ റോഡിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇന്ന് KSUവിന്റെ മാർച്ച് എത്തരത്തിൽ അവസാനിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് കാണാം, പ്രവർത്തകർ ഓടി നവകേരള സദസ്സിന്റെ ഓരോ ബോർഡുകളും, ആ വഴിയിലുള്ള ഓരോ ബോർഡുകളും വലിച്ചു കീറി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KSU പ്രവർത്തകർ DGP ഓഫീസ് മാർച്ചിൽ. DGP ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടയും. അവിടെ എത്തരത്തിലുള്ളൊരു അന്തരീക്ഷം, സാഹചര്യമാണ് ഉണ്ടാവുക, ഉരുത്തിരിയുക എന്നുള്ളത് നോക്കി തന്നെ അറിയണം. KSU മാർച്ചിൽ സംഘർഷത്തിനുള്ള സാധ്യതകളാണ് ആദ്യ സമയങ്ങളിൽ കാണുന്നത്. വളരെ പ്രകോപിതരായ പ്രവർത്തകർ ഓരോ ബോർഡുകളും വലിച്ചു തിരുവനന്തപുരത്ത്. വീണ്ടും തലസ്ഥാനം പ്രതിഷേധ കളമാവുകയാണ്. അനിൽകുമാറിനെ നന്നായി അറിയാം. തെരുവിൽ ഞങ്ങൾ കണ്ടം വെട്ടോ.